ഭഗവാന്റെ 28ാം പിറന്നാൾ. കുറച്ച് പേരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, കേമായിട്ടാണ് നടത്തുന്നത്. ഭഗവാനെ എടുത്ത് മടിയിൽ വെച്ച് കുളിപ്പിക്കുകയാണ്. കാല് നീട്ടി വെച്ച് യശോദ കാലിൽ ഭഗവാനെ അങ്ങോട്ട് കമഴ്ത്തി കിടത്തും. ഗോപികമാരൊക്കെ ചുറ്റുരിക്കും. ചൂടുവെള്ളമൊക്കെ ആയിട്ടൊരു ഗോപിക, എണ്ണയായിട്ട് വേറൊരു ഗോപിക, പയറുപൊടിയായിട്ട് വേറൊരു ഗോപിക, കിലുക്കായിട്ട് കളിപ്പിക്കാൻ വേറൊരു ഗോപിക, തോർത്തുമുണ്ടായിട്ട് തോർത്താൻ ഇത് കഴിഞ്ഞാൽ വേറൊരു ഗോപിക. നടുക്ക് യശോദ കാല് നീട്ടി ആ ഭഗവാനെ കമഴ്ത്തി അങ്ങോട്ട് കിടത്തുന്ന സമയത്ത് ആകാശത്ത് നിന്ന് ബ്രഹ്മാവ് ചോദിക്കുക, കിം ബ്രൂമസ്തുവാം യശോദേ ആണ്. യശോദ, നീ എന്ത് പുണ്യം ചെയ്തു? നീ എന്ത് തപസ് ചെയ്തു? നീ എന്ത് വ്രതാനുഷ്ഠിച്ചത്? ഏതൊക്കെ അമ്പലത്തിലാണ് നീ പോയത്? എന്തൊക്കെ വഴിപാടാണ് ചെയ്തത്? കാരണം എന്താ? ആ പരബ്രഹ്മത്തെ നീ ഇങ്ങനെ കമഴ്ത്തിക്കടത്തി ആ മേലൊക്കെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് തോർത്തി പീലി ചാർത്തി കണ്ണെഴുതി എന്ത് ഭാഗ്യം ചെയ്തു എന്ന് ചോദിക്കുകയാണ്. എന്തായാലും കുളിപ്പിച്ചു. അപ്പം തന്നെ ഭഗവാൻ കണ്ണടയ്ക്കുന്നുണ്ട്, ഉറക്കം വരുന്നത് പോലെ. അമ്മയ്ക്ക് കുറേ പണിയുള്ളതല്ലേ, ഒരു ഭാഗത്ത് കിടത്തിക്കോട്ടെ എന്ന് കരുതിയിട്ടാവാം. ഏതായാലും ആ അമ്മ പട്ട് വിരിച്ച് അവിടെ കിടത്തി കുട്ടികളെ ഏൽപ്പിച്ച് അടുക്കളപ്പണി ചെയ്യുകയാണ്. കുട്ടികൾ നോക്കുന്നുണ്ട്, ഭഗവാന്റെ കുമ്പ വീർക്കണതും താഴ്ന്നതും ശ്വാസം വലിക്കണതും ചുണ്ടാനങ്ങണതൊക്കെ നോക്കി അവരെങ്ങനെ ഇരിക്കുക ചുറ്റും. ദൂരത്തായിട്ട് ശകടം, അതിൽ കംസൻ്റെ പറഞ്ഞയച്ച ശകടാസുരൻ ആവേശിച്ചു. ഉരുണ്ടുരുണ്ടുരുണ്ടങ്ങനെ വന്നു. ഭഗവാൻ ഇടയ്ക്ക് ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് കാലൊന്ന് ഇടയ്ക്കൊക്കെ പൊന്തിക്കുന്നുണ്ട്. കുട്ടികളങ്ങനെ കാലക്കിടയ്ക്കൊന്ന് പൊന്തിക്കും. തള്ളവരലൊന്ന് ഇടയ്ക്കൊന്ന് നൂർത്തണ സമയത്ത് അതങ്ങോട്ട് കൊണ്ടുവിടെ ഈ ഉരുണ്ട് വരണേ ആ ശകടത്തിനെ അങ്ങോട്ട് കൊണ്ടു. അത് മുകളിലേക്ക് ഇങ്ങോട്ട് പൊന്തി അതങ്ങോട്ട് തിരിഞ്ഞ് തവിട്ട് പൊടിയായിട്ട് അങ്ങോട്ട് വീണു. ഈ ശബ്ദം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ പുറമേക്ക് കേട്ടത്. സംഭവം നടന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ശബ്ദം കേട്ടത്. ശബ്ദം കേട്ട് അവരൊക്കെ ഓടി വരുമ്പോഴേക്കും ഒരു മൂലയ്ക്കൽ കുറച്ച് പൊടി കാണുന്നുണ്ട്. ആ വണ്ടി കാണാനുമില്ല. അവർ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിച്ചു, ഇതെങ്ങനെ ഈ വലിയ ശകടം എങ്ങനെ തവിട് പൊടിയായി? എന്തേ ഇപ്പം ഇവിടെ ഉണ്ടായി ചോദിച്ചു. കുട്ടികൾ പറഞ്ഞു, ഉണ്ണിയുടെ വിരൽ കൊണ്ടതാണ്, ഞങ്ങൾ കണ്ടതാണ്, ഉണ്ണിയുടെ വിരൽ കൊണ്ടു. അവർ പറഞ്ഞു, കുട്ടികളെന്തോ വിവരമില്ലാണ്ട് പറയുക, പിന്നെ ചെറിയൊരു ഉണ്ണി ഇപ്പം ഉണ്ടായിട്ടേ ഉള്ളൂ, ആ ഉണ്ണിയുടെ വിരൽ കൊണ്ടാൽ വലിയ ചക്രം വലിയ വണ്ടി തവിട് പൊടിയാവുമല്ലേ എന്ന് പറഞ്ഞ് അവർ വിശ്വസിക്കാണ്ട് പോയി എന്ന് പറഞ്ഞ അർത്ഥം. എന്നാൽ അവരന്വേഷിക്കണ്ടേ? അന്വേഷിച്ചതുമില്ല. ലോകരങ്ങനെയാണ്. അധിക പേരും കാര്യങ്ങളൊന്നും അന്വേഷിക്കില്ല. ഒന്ന് അന്വേഷിച്ചാൽ ഇവിടെ ഈശ്വരനെ ഉള്ളതെന്ന് മനസ്സിലാവും. അന്വേഷിക്കില്ല. ഇനി ആരെയും പറഞ്ഞാലോ എന്തോ പറയുക ഒന്ന് പറഞ്ഞു പോകും. ഇത് ലോകത്തിൻ്റെ സ്വഭാവമാണ്. അന്വേഷിച്ചാൽ ഭഗവാനെ കാണാൻ സാധിക്കും, അന്വേഷിക്കില്ല. സജ്ജനങ്ങൾ പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല. നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾക്ക് ഭഗവാന്റെ ലീല കാണാൻ സാധിക്കുന്നുണ്ട്. കളങ്കമുള്ള ആ വലിയ ആൾക്കാർക്കോ ഭഗവാനില്ല മനസ്സിലായതുമില്ല. ഈ നടക്കുന്നതൊക്കെ ഭഗവാന്റെ ലീലയാണ്. പക്ഷെ അത് ലീലയായിട്ട് അറിയണമെങ്കിൽ നിഷ്കളങ്ക മനസ്സാവണം എന്ന് കാണിക്കുകയാണ്. അങ്ങനെ ശകടാസുരന് മോക്ഷം കൊടുത്തു. പിന്നീട് തൃണാവർത്തന് മോക്ഷം കൊടുക്കുകയാണ്. കാറ്റായിട്ട് വരികയാണ് തൃണാവർത്തൻ. കംസൻ പറഞ്ഞയച്ച് വരുന്നു. കുറച്ച് മുന്നേ ആ പൂതനെ തന്നെ ഇവിടെ വീണിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി നാട്ടുകാർക്ക്. അതുകൊണ്ട് തൃണാവർത്തനെ കുറച്ച് ദൂരത്തായിട്ടാവാം, ഇവിടുന്ന് വേണ്ട, അത് വേറെ പഞ്ചായത്തിൽ നിന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഭഗവാൻ. അമ്മയുടെ മടിയിൽ അങ്ങനെ ഇരിക്കുകയാണ്, പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഉണ്ണിക്ക് കനം കൂടി വരുന്നുണ്ടോ എന്ന് സംശയം. അതിന് മാത്രമൊന്നും പാല് കുടിച്ചില്ല. എന്നിട്ടും അത്ര കനം കണ്ണുകർ കൊണ്ടതാവും. ആളിലൊക്കെ വന്നിട്ട് എന്താ ഉണ്ണീൻ്റെ നോട്ടം, എന്തൊരു ഭംഗിയാന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് ഒഴിഞ്ഞിടാമെന്ന് കരുതി കടുകും മുളക് എടുത്ത് ഒഴിഞ്ഞിടാൻ വേണ്ടി പോയതാ. ഉണ്ണിയെ താഴ്ത്തിരുത്തി അമ്മ അകത്തേക്ക് പോയതും ആര് വന്നു? തൃണാവർത്തൻ വന്നു. ടാറ്റ പോവല്ലേ ചോദിച്ചു. കുട്ടികൾ പിന്നെ ടാറ്റ പോവുക പറഞ്ഞാൽ പിന്നെ ആരുടെ കൂടെയും പോകും. തൃണാവർത്തൻ്റെ കൂടെ അങ്ങോട്ട് പുറപ്പെട്ടു. കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോഴേക്കും കരയാൻ തുടങ്ങി. അമ്മയെ കാണണം, അമ്മയെ കാണണം. തൃണാവർത്തൻ പറഞ്ഞു, അമ്മാവനെ കാണിച്ചരാ, അമ്മാവനെ കാണിച്ചരാ. അങ്ങോട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. അമ്മാവൻ പോരാ, അമ്മ തന്നെ വേണമെന്ന് പറഞ്ഞു. അവസാനം കഴുത്തങ്ങോട്ട് പിടിച്ച് ഞെക്കി ആർക്കും മുക്തി കൊടുത്തു? തൃണാവർത്തനും മുക്തി കൊടുത്തു. അതാണ് തൃണാവർത്ത മോക്ഷം. പിന്നീട് ഭഗവാന്റെ പേരിടുന്നത് വർണ്ണിക്കുകയാണ്. അതാണ് പിന്നെ വർണ്ണിക്കുന്നത്. ഇപ്പം കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേ മുന്നേ പേരിടണം. പക്ഷേ വൈകിയത് കുറേ ആയിപ്പം. ആളുകളൊക്കെ കറുത്തുണ്ണി വെളുത്തുണ്ണി എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പം നന്ദഗോപർ വിചാരിച്ചു, ഇങ്ങനെയായാൽ പറ്റില്ല, അതാണ് പേരിടണ്ടേ എന്ന് കരുതി പേരിടാൻ പുറപ്പെടുകയാണ്. എന്താ അദ്ദേഹം പേരിടാൻ അത്ര വൈകണത്? ഒന്നുമില്ല, വസുദേവരുടെ ഉണ്ണി ഇവിടെ ഉണ്ടല്ലോ, അതാണ് പേരിടാൻ വൈകണത്. കാരണം അയാളുടെ ഗുരുനാഥൻ ഗർഗന, തൻ്റെ ഗുരുനാഥൻ ശാണ്ഡില്യന. തൻ്റെ ഗുരുനാഥനായിട്ടുള്ള ശാണ്ഡില്യനെ കൊണ്ട് ഇപ്പോൾ ആ ഉണ്ണിക്ക് പേര് ഇട്ട് കഴിഞ്ഞാൽ അത് വസുദേവർക്ക് ഇപ്പോൾ ഇഷ്ടാവും അറിയില്ലല്ലോ. പിന്നെ അയാളുടെ ഉണ്ണി ഇവിടെ ഇരിക്കുമ്പോൾ അയാളുടെ ഉണ്ണിക്ക് പേരിടാണ്ട് എൻ്റെ ഉണ്ണിക്ക് പേരിടാൻ പറഞ്ഞാൽ അത് ശരിയല്ല. അങ്ങനെ വൈകി പോയതാണ്. ഏതായാലും വസുദേവർക്കും വിഷമമുണ്ട്, ശാണ്ഡിലിനെ കൊണ്ട് ഇടിച്ചാൽ പറ്റില്ല. എൻ്റെ ഉണ്ണിക്ക് ആര് പേരിടണം? ഗർഗൻ തന്നെ ഇടണം. അതിനുവേണ്ടി ഗർഗാചാര്യരെ പറഞ്ഞയക്കുകയാണ്. അങ്ങ് അവിടേക്ക് ചെല്ലുക, നന്ദഗോപുരോട് ഞാൻ പറഞ്ഞിട്ട് വരാമൊന്നും പറയണ്ട. അങ്ങ് അവിടെ അടുത്തൊരു ഉപനയനം ഉണ്ടായിരുന്നു, അവിടെ വന്നപ്പം ഒന്ന് ഇവിടെ കയറുക എന്നൊക്കെ പറഞ്ഞ് കയറിയാൽ മതി. ശരി, അങ്ങനെ പോകാമെന്നും പറഞ്ഞ് ഗർഗാചാര്യർ പുറപ്പെട്ടു. ശാണ്ഡിലിനെ കാണാനായിട്ട് നന്ദഗോപുര കൊടയൊക്കെ ആയിട്ട് വേഷ്ടിയും തോളത്തിട്ട് ഇറങ്ങുന്ന സമയത്താണ് മുറ്റത്താരെ കാണുന്നു? ഗർഗാചാര്യരെ കാണുക. തൊഴുതും കൊണ്ട് പറഞ്ഞു, ഓ ഈശ്വര നിശ്ചയം അങ്ങനെയായിരിക്കും. ഞാൻ എൻ്റെ ഉണ്ണിക്ക് പേരിടാൻ ഒരാളെ നോക്കി ഇറങ്ങിയതാ. അതിൽ അങ്ങയെ കണ്ട സ്ഥിതിക്ക് ഞാൻ ഉറപ്പിക്കുകയാണ്, ഭഗവാന്റെ നിശ്ചയം അങ്ങനെയാണ്. എൻ്റെ ഉണ്ണിക്കും വസുദേവരുടെ ഉണ്ണിക്കും അങ്ങനെ പേരിട്ടാൽ മതി എന്നും പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചു.
അദ്ദേഹം പറഞ്ഞു സന്തോഷമേ ഉള്ളൂ, കുഴപ്പമില്ല, പക്ഷേ രഹസ്യമായിട്ട് വേണം, അങ്ങനത്തെ കേമായിട്ടൊന്നും നടത്തണ്ട, ആളുകളൊക്കെ വിളിച്ച് കൂട്ടണ്ട, പറ്റുച്ച ആ ഗേറ്റ് അങ്ങോട്ട് അടച്ചോളൂ, ഇനി ആരും വരണ്ട, ഇപ്പോൾ ഉള്ള കുറച്ച് വൃദ്ധന്മാരായിട്ടുള്ള ഗോപന്മാരുണ്ട് അവർ മതി എന്ന് പറഞ്ഞ് ആ വാതിൽ അങ്ങോട്ട് അടച്ചു. ഗോശാലയിൽ വെച്ചിട്ടാവാം എന്ന് പറഞ്ഞ് ഗോശാലയിലേക്ക് പോയി അവിടെ വെച്ചിട്ടാണ് പേരിടുന്നത്. ഇത്രയും നല്ല സ്ഥലം വേറെ ഇല്ല. അതാണ്, അത്രയ്ക്ക് ശുദ്ധമായിട്ടുള്ള സ്ഥലമാണ് തൊഴുത്ത്. അത്രയും നല്ല സ്ഥലം വേറെ ഇല്ല. കാരണം പശുവിൻ്റെ എല്ലാ വസ്തുക്കളും എന്താണ്, ഗോമൂത്രമാണെങ്കിലും ചാണകമാണെങ്കിലും ഒക്കെ ശുദ്ധമാക്കാൻ ഉപയോഗിക്കുന്നതാണ്, ഔഷധമാണ്. ഇതൊക്കെ പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടാവില്ല കേട്ടോ. പിന്നെ എന്നൊക്കെ പറയും. അല്ല, സത്യമാണ് ഇത്. ചിലർ ചോദിക്കാറുണ്ട്, എന്താ ഇപ്പോൾ പശുവും നായും തമ്മിൽ എന്താ വ്യത്യാസം ചോദിക്കാറുണ്ട്. വ്യത്യാസമുണ്ട് ഇല്ലേ? ഇല്ല. ചാണകം നമ്മൾ ശുദ്ധമാക്കാൻ എടുക്കും, നായയുടെ ചാണകം എടുക്കുമോ? അതിൻ്റെ വ്യത്യാസം. മനുഷ്യൻ വലിയ കേമന എടുക്കുമോ? ഇല്ല. അതാണ്, നമ്മളെക്കാൾ കേമത്വം കൂടും ഈ പശുവിന്, അത് മനസ്സിലാക്കണം. പക്ഷെ അതിനെപ്പറ്റി പറയുമ്പോൾ അത് വലിയ പ്രശ്നമായി. ഇവിടെ മൂർഖമാമനെ രക്ഷിക്കാൻ ആളുകളുണ്ട്, നായയെ രക്ഷിക്കാൻ ആളുണ്ട്, ഒന്നും വേണ്ടെന്നല്ലോ, ഒക്കെ വേണം. പക്ഷെ പശുവിൻ്റെ കാര്യം പറയുമ്പം അതാണ് വിഷമം. അതിനെപ്പറ്റി പറയുമ്പോൾ ഇത് വർഗീയമായി മാറുകയാണ്. അതിനെ രക്ഷിക്കാൻ ശരിക്കും പറഞ്ഞാൽ പെറ്റ അമ്മയെ കൊല്ലുന്ന ആ ഒരു ദോഷമാണ് ഗോവധം ചെയ്താൽ കിട്ടുന്നതാണ്. കുറച്ച് കാലം നമ്മൾ അമ്മയുടെ പാല് കുടിക്കണുള്ളൂ, ബാക്കിയൊക്കെ ആരുടെ പാല? ആ പശുവിൻ്റെ പാലാണ് കുടിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പശു ലോകത്തിൻ്റെ അമ്മയെന്ന് പറയുന്നത്. ഗോമൂത്രമാണെങ്കിലും ചാണകമാണെങ്കിലും നമുക്ക് വേണ്ടാത്തതൊക്കെ അത് കഴിക്കും ഇല്ലേ? പുല്ലും വെള്ളം അതും ഇതൊക്കെ കഴിച്ച് അമൃതാണ് തരുന്നത്, പാലാമൃതാണ്. അതിൻ്റെ വിസർജ്യ വസ്തു പോലും ലോകത്തെ ശുദ്ധാക്കുന്നതാണ്. ശ്രീലകത്തേക്ക് കൊണ്ടുപോവാം ചാണകം, അത്രയ്ക്ക് ശുദ്ധമായിട്ടുള്ള വസ്തുവാണ്. ഭഗവാൻ അഭിഷേകം കഴിക്കും ഗോമൂത്രം കൊണ്ടൊക്കെ, പഞ്ചഗവ്യം. അതാണ് പശുവിൻ്റെ മഹത്വം, അത് മനസ്സിലാക്കണം. അവിടെ വെച്ചിട്ടാണ് ഭഗവാന് പേരിടുന്നത്. അവിടെ എത്തി ആ ഉണ്ണിയെ ആദ്യം എടുത്തു, ബലരാമനെ മടിയിൽ വെച്ചു. എന്തൊരു സൗന്ദര്യം, അയാളുടെ ചിരി, ആ കനം, കുറച്ച് തടിയുണ്ട്. അപ്പം ബലമുള്ളത് കൊണ്ട് ബലൻ, പിന്നെ എല്ലാവരും രമിപ്പിക്കുന്നത് കൊണ്ട് രാമൻ പേരിട്ടു. വേറൊരു ഭാഗത്ത് കിടത്തി ആ ഭഗവാനെ എടുത്ത് മടിയിൽ വെച്ചു. അതോടുകൂടി സമാധി ആണ്, എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി, സന്തോഷം. ഗർഗൻ അങ്ങനെ വിചാരിക്കുകയാണ്, ഈ ഒരു സന്ദർഭത്തിനല്ലേ താൻ ഗർഗനായിട്ട് വന്നു തന്നെ, തൻ്റെ ജന്മം താ അവിടെ സഫലാവുകയാണ്, പരബ്രഹ്മത്തിന് പേരിടാൻ സാധിക്കുക, ഇതിലപ്പുറം എന്താ വേണ്ടത്, ആരെ താൻ മടിയിൽ വെച്ചത് എന്നൊക്കെ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു. അത് കഴിഞ്ഞ് സമാധിയിൽ നിന്ന് ഉണർന്നു, പേരിട്ടു. വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭോ ഭൂതകൃത ഭൂതപ്രതിഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാച മുക്താനാം പരമാഗതി സഹസ്രനാമോ അനന്തനാമോ സ്യാത്. 1000 നാമങ്ങൾ. ഇതൊക്കെ കേട്ടപ്പോൾ നന്ദർ പറഞ്ഞു, ഇത് പേരാണോ? അതെ, അത് പറ്റില്ല. കാരണം ഈ പേരൊക്കെ വിളിക്കാൻ പറ്റുമോ? ഇവിടെ ഉള്ളവരൊക്കെ സ്കൂളിൽ പോയവരൊന്നല്ല സ്ത്രീകൾ, ഈ ഗോപികമാർ, അവർക്ക് തോന്നും ഇപ്പം ഉച്ചാരണ ശുദ്ധിയോടുകൂടി പറ്റില്ല. ഭൂതഭവ്യ ഭവത് പ്രഭു എന്നൊക്കെ വിളിക്കണം വെച്ചാൽ കുറച്ച് ഞെരുക്കണ്ട് ആണ്. ഒരു 2 അക്ഷരമൊക്കെ മതി, ഒന്ന് നീട്ടി വിളിക്കാൻ പാകത്തിന്, ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത, ലാളിക്കാൻ പാകത്തിന്. അങ്ങനെയുള്ള വല്ല പേരും ഉണ്ടെങ്കിലാണ് ഇവിടെ ഉള്ളവർക്ക് സൗകര്യം. ശരി, കണ്ണടച്ചു. അങ്ങനെയുള്ള ഏത് പേരാടുക? ഗർഗൻ ആലോചിച്ച് കിട്ടണില്ല. ഭഗവാൻ തന്നെ കാണിച്ചു കൊടുത്തു. എന്നാൽ ഞാൻ കാണിച്ചു തരാം, അങ്ങേക്ക് പേര് കിട്ടിയില്ലെങ്കിൽ. അദ്ദേഹത്തിൻ്റെ താടി, നീണ്ട താടി, വെഞ്ചാമരം പോലെ അതങ്ങനെ വന്ന് ഭഗവാന്റെ മുഖത്തങ്ങനെ ഒരയാണേ. അതങ്ങോട്ട് പിടിച്ചു വലിച്ചു, പേര് കിട്ടി. കർഷയതി ഇതി കൃഷ്ണ, പിടിച്ചു വലിക്കുന്നവൻ, അങ്ങനെയാണ് ആ പേരിടുന്നത്. എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ കൃഷ്ണൻ. കൃഷ് എന്നുള്ള ധാതുവിന് സത്ത് എന്നർത്ഥമുണ്ട്, ണ എന്നുള്ള അക്ഷരത്തിന് ആനന്ദം എന്നർത്ഥമുണ്ട്. രണ്ടും കൂടി ചേർന്നാൽ സത്താനന്ദം ആണ്. ഒരു ചിത്തും കൂടി ചേർത്താൽ ഒന്നും കൂടി ഭംഗിയായി. സച്ചിദാനന്ദം ആണ്. ആശ്രയിക്കുന്നവർക്ക് ആനന്ദം കൊടുക്കുന്നവൻ താല്പര്യം. അങ്ങനെ കൃഷ്ണൻ എന്ന് പേരിട്ടു. ദക്ഷിണയൊക്കെ വാങ്ങി അവരെ അനുഗ്രഹിച്ച് അദ്ദേഹം അവിടുന്ന് യാത്രയായി. പിന്നെ ആ കുട്ടികൾ വളരാൻ തുടങ്ങി. കാലേന വ്രജത അല്പേന ഗോകുലേ രാമകേശവവും ആണ്. അല്പേന കാലേന, അധികം വൈകിയില്ല, ഒക്കെ പെട്ടെന്ന് വേഗം മുട്ടുകുത്തുന്നു, വേഗം എഴുന്നേൽക്കുന്നു, വേഗം നടക്കാൻ തുടങ്ങണു, വേഗം ഓടുന്നു, എന്താ ഒക്കെ വേഗം. എത്ര വീടുകളിലാണ് പാലും വെണ്ണയൊക്കെ എടുത്തു വെച്ചത്, നമ്മൾ പോയിട്ട് വേണ്ടേ കക്കാൻ. അപ്പം അതിനു വേണ്ടി ഒക്കെ പെട്ടെന്നാണ്. വ്രതാൽപേന കാലേന രാമകേശവൗജാനുഭ്യാം സഹ പാണിഭ്യാം, കൈകളെ കൊണ്ടും കാലിൻ്റെ മുട്ടുകളെ കൊണ്ടും നടക്കാൻ തുടങ്ങി. അങ്ങനെ മുട്ടുകുത്തി നടക്കുകയാണ് ആദ്യം. ഐ സബലമുരാരേ പാണിജാനുപ്രചാരൈ കിമപി ഭവനഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ. മുട്ടുകുത്തി 2 പേരും കൂടി അടുത്ത വീടുകളിലൊക്കെ പോയിട്ട് അങ്ങനെ നിൽക്കും. വീടുകളുടെ മുറ്റത്തൊക്കെ പോയി ഇങ്ങനെ നിൽക്കും, ഉമ്മറത്തൊക്കെ കയറിയിരിക്കും. അവിടെ ഉള്ളവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല, ഒരാക്ഷേപവുമില്ല. കാരണം ഈ 2 ഉണ്ണികളും വീടിൻ്റെ മുറ്റത്ത് അങ്ങനെ നിൽക്കുമ്പോൾ വീടിനൊരു ഭംഗി കൂടുക, അവർക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ മുട്ടുകുത്തി ചെല്ലും. എണീക്കാൻ പഠിച്ചു. എങ്ങനെ? പശുക്കുട്ടി. അമ്മ പശു പാല് കുടിക്കും, അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പം താഴത്തേക്ക് തല താഴ്ത്തുമല്ലോ, ആ സമയത്ത് കൊമ്പ് പിടിക്കും, ഇരുന്നും കൊണ്ട് കൊമ്പ് പിടിക്കും. വെള്ളം കുടിച്ച് കഴിഞ്ഞ് തല പൊന്തിക്കുന്ന സമയത്ത് അങ്ങനെ വല്ല എഴുന്നേൽക്കും അതിൻ്റെ കൂടെ. അങ്ങനെ എഴുന്നേൽക്കാൻ പഠിച്ചു.
ഓടാൻ പഠിച്ചത് എങ്ങനെയാണ്? ആ പശുക്കുട്ടീൻ്റെ വാല് പിടിച്ചിട്ട്. അമ്മ പശുവിൻ്റെ പിന്നാലെ പശുക്കുട്ടി ഓടുമ്പം അതിൻ്റെ പിന്നാലെ ആരും ഓടും? വാല് പിടിച്ചും കൊണ്ട് കൃഷ്ണനും തുള്ളി തുള്ളി അങ്ങനെ ഓടും ആണ്. അങ്ങനെ ഓടാൻ പഠിച്ചു, ചാടാൻ പഠിച്ചു, അങ്ങനെ പലതും പഠിച്ചു. കുറച്ച് കഴിയുമ്പോൾ കക്കാനും പഠിച്ചു. അവിടെയാണ് ബുദ്ധിമുട്ടായത്. പല വീടുകളിലും പോയി അവിടെ ഉള്ളതൊക്കെ എടുത്ത് കൊണ്ടുപോകും, കുട്ടികൾക്ക് കൊടുക്കും, പലർക്കും കൊടുക്കും.